അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ മൂന്നാമത്തെ സ്കാനിങ്ങിന് പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. ചെറിയൊരു ടെൻഷനും ഉണ്ട്, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂന്നാമത്തെ സ്കാനിങ്ങിലാണല്ലോ കുട്ടിയുടെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുങ്ങുന്ന ഇടയിൽ വാവനെ റൂമിൽ നിന്ന് തള്ളി വിട്ടതാണ്, മാറ്റി വരി പറഞ്ഞിട്ട്. ഇപ്പോൾ ഓരുടെ ഒരുക്കം കഴിഞ്ഞ് എൻ്റെ ഇതുവരെ കഴിഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മയും വാവയും കൂടി എന്നിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് പൊരിക്കുക കേട്ടോ. ഇടയ്ക്ക് വന്നിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യണീൻ്റെ പറ്റി കമൻസൊക്കെ പറഞ്ഞിട്ടാണ് ഉമ്മ പോണത്. ഇനിയിപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാൻ പോവാണെന്നും പറഞ്ഞിട്ട് അതിനതാക്കി കുത്തിരിക്കുകയാണ്. ഇനി ബാക്കിലിരുന്ന് അതിൻ്റെ ട്രോളിങ്സൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഉമ്മ. നമുക്കാകെ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ നമ്മളുടെ മേത്തുള്ള മേക്കപ്പ് ഉള്ളൂ. പക്ഷേ ഇവർക്ക് ലിപ്സ്റ്റിക്കിനോട് ഒരു താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഗേൾസിന് ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റില്ലല്ലോ. ഞാനിപ്പോൾ കുറച്ചായിട്ടുള്ളൂ ലിപ്സ്റ്റിക്ക് ഇടലെന്ന് തുടങ്ങിയിട്ട്. കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ലിപ്സ്റ്റിക്കേ ഉണ്ട്. എന്നിട്ട് ഡ്രസ്സൊക്കെ ആകെ ബെഡിൽ നിരത്തിയിട്ടതിനെ പറ്റി ചീത്ത അറിയാം കേട്ടോ ഞാൻ. എല്ലാ പാൻറ്റും വലിച്ചിട്ടിട്ട് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് 2-3 പാൻറ്റ് വലിച്ചിട്ട് കണ്ട് ഇതാക്കി വെച്ചിരിക്കണം. പക്ഷേ ഉമ്മയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഉമ്മ അതൊക്കെ മടക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ വക ഒരു കിസ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പോവാനുള്ള നമുക്ക് എടുക്കാനുള്ള പേപ്പേഴ്സൊക്കെ എടുക്കാം. എനിക്കാണെങ്കിൽ ഒരു 4-5 സ്കാനിങ് ഈ ഒരു 3 മാസത്തിനുള്ളിൽ ഒരു 5 അല്ല 6 സ്കാനിങ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം തപ്പിയെടുക്കണം. ഇങ്ങനെ നമുക്കുള്ളതും കിട്ടിയത് നമ്മൾ ഇറങ്ങിയിട്ടോ പോവാണ്. പോകുന്ന വണ്ടിമേൽ കയറിയപ്പോഴും വാവ എനിക്ക് മെൻഡോസ് തന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മുട്ടായി, ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഇങ്ങനെ ആ നൊസ്റ്റാൾജിയുടെ കഥയും പറഞ്ഞിട്ടോ ഞാൻ വാവൻ്റെ ബാക്കിലിരുന്ന് ഇങ്ങനെ പോകുന്നു. 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കഴിച്ച മിഠായിയാണ്. പിന്നീട് ഈ സാധനം കണ്ടിട്ട് പോലുമില്ല സത്യമായിട്ട് ഞാൻ. അതിന് ശേഷം കേട്ടോ മിഠായി കഴിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കനോലി വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കനോലി പോർട്ടിൻ്റെ ഇടയ്ക്കൂടെ സൈഡിൽ കൂടെയുള്ള ഓരോ ഇതിക്കൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഉപ്പിലിട്ടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതൊക്കെ വാവ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഗെയ്സ്. ഒരു 11 മണിക്കാണ് കേട്ടോ സ്കാനിങ്ങിന് എത്തി. അപ്പോൾ അവർ സ്കാനിങ് എടുക്കാൻ എന്തായാലും 1 മണിയാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഫുഡിങ് കഴിഞ്ഞ് സ്കാനിങ്ങും കഴിഞ്ഞതേ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പോണ വഴിക്കെന്ന് ഉപ്പിലിട്ടതും ഇതൊക്കെ വാങ്ങി തിന്നിട്ടാട്ടോ പോകുന്നത്. ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിയതെല്ലാം വാവ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവും. അക്കെ എനിക്ക് വാങ്ങി തന്നിട്ടതേ നമ്മളിപ്പോൾ ഓടായിക്കിലെത്തിയിട്ടുണ്ട് നമ്മളെ സ്ഥലത്ത് കേട്ടോ. ഓടായിക്ക പാലത്തിൻ്റെ അവിടെ ഇപ്പോൾ അവിടെ ഒരു പാർക്ക്, പുതിയ വന്നൊരു പാർക്കുണ്ട്. പാർക്കിൻ്റെ അവിടെയുള്ള ചായക്കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. ഇതേ ഓടായിക്ക ടൗണിൽ നിന്ന് കേട്ടോ. ഈ പ്രഹസനമൊക്കെ കണ്ടോളി. ഇത് വേറൊന്നുമല്ല, എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് മുതൽ ഈ നാടൻ പേരക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ എനിക്ക് നാടൻ പേരക്ക വേണം, കടയത്ത് വേണ്ട, കടയിൽ നിന്ന് വാങ്ങി എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ മരത്തപ്പോൾ കയറിയതാട്ടോ പറിക്കാൻ. അവിടെ പോകണ വഴിക്ക് പാലത്തിൻ്റെ സൈഡിലൊരു മരം ഉണ്ടായിരുന്നു പേരക്കയുടെ. എന്നിട്ട് അതിന്മേൽ കയറി പറിച്ച് തരാറ് ഗൈസ്. ഒഴുകും തിറനായി അല തന്നിറമായി പാടും പാട്ടുകളുടെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ട്. അൽഹംദുലില്ലാ കുട്ടി കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആണെന്നാണ് സ്കാനിങ്ങിൽ നമ്മൾ അറിഞ്ഞത്. പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ പ്രഗ്നൻസി റിവ്യൂവിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പം നമ്മുടെ ഇന്നത്തെ ജേണി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ബൈ.